നമ്മുടെ നായകനോട് ചോദിക്കുകയാണ്, ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നൊന്നല്ല, ആക്സിഡൻ്റലി എൻ്റെ ഫോൺ നിൻ്റെ കാർ വെച്ച് മറന്നുപോയി, അതൊന്ന് എടുക്കാൻ വേണ്ടി വന്നതാണ്, അല്ലാണ്ട് നിന്നെ കാണാൻ വേണ്ടി വന്നല്ല, വേഗം പൊക്കോ ഇവിടുന്ന് പൊക്കോ, അതിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആകെ വിഷയമാവും, നീ ആണ് പൊക്കോളാൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ നായകൻ ചോദിക്കുക, എന്ത് വിഷയമാവും, ഞാൻ എന്ത് ചെയ്ത ഇനി, അല്ല നീ പോകാൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ നായികയാണെങ്കിൽ അവളെ തള്ളി കൊണ്ടുപോവുകയാണ് കേട്ടോ. അപ്പോൾ അത് പക്ഷേ അത് ആരോ ഫോട്ടോ എടുക്കുന്നുണ്ട്, അവളുടെ കൊളീഗ്സ് എന്തെങ്കിലും ഫോട്ടോ എടുക്കുന്നത്, അങ്ങനെ നേരെ പോവുകയാണ്. ഇതേ സമയത്ത് അവളെ നാട്ടിൽ കുറേ വേസ്റ്റ് കൊണ്ട് നെടുന്നത് കാണുകയാണ്. അതായത് അവിടെ ആ പോലീസുകാരൻ കാണുന്നത് ആരോടെ കൊണ്ട് നെടുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അങ്ങനെ അവർ ആദ്യം കംപ്ലൈൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് നമ്മുടെ നായികയുടെ കൂട്ടുകാരിക്ക് ആ പോലീസുകാരനെ കാണുമ്പോൾ ക്രഷ് അടിക്കുകയാണെങ്കിൽ, നിങ്ങളല്ലേ അന്ന് ക്ലിനിക്കിൽ വന്നത്, നിങ്ങൾ പോലീസുകാരനാണോ, അതേ എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ ഇവൾക്ക് നല്ല നല്ല ആയിട്ട് ക്രഷ് അടിക്കുന്നുണ്ട് കേട്ടോ അവനോട്. അവൻ നല്ല ക്യൂട്ട് പയ്യനാണ്, എനിക്ക് അവനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഇതേ സമയത്ത് രാത്രി നായിക വരികയും അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്, അത് എല്ലാമായിട്ട്. ഇതേ സമയത്ത് ആ ഫോട്ടോ എടുത്ത ഗ്രൂപ്പിലിടുകയാണ് കേട്ടോ. ഇതേ സമയത്ത് കാമുകനാണോ ബോയ് ഫ്രണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ബോയ് ഫ്രണ്ട് എന്നല്ലാന്ന് പറയുമ്പോൾ കുറേ പേര് കമൻറ്റ്, അതായത് മെസ്സേജ് അയക്കണേ, നല്ല ക്യൂട്ട് ചെറുക്കനുള്ള അടിപൊളി കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ അവൾ ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് ഇഷ്ടമൊന്നുമല്ല, പക്ഷേ എൻ്റെ പുറകെ നടക്കാറുണ്ടെന്നൊക്കെ ചുമ്മാ ഒന്ന് പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി ഇങ്ങനെ പറയുകയാണ് നമ്മുടെ നായികി, അതായത് നമ്മുടെ ഹീറോയിൻ. അങ്ങനെ അവനെ എടുത്ത് നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ, അവൻ ക്യൂട്ടാണല്ലേ, പക്ഷെ എൻ്റെ അത്രയും ക്യൂട്ടൊന്നും അല്ലല്ലോ. അങ്ങനെ അവനാണെങ്കിൽ നേരെ ചെന്ന് വീട്ടിൽ പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിൻ്റെ എല്ലാ കുട്ടികളും സബ്സ്ക്രൈബ് ചെയ്യണം. ഇതേ സമയത്ത് നമ്മുടെ നായകൻ ഒരു കാര്യം ആലോചിക്കുകയാണ്. അവൻ ഉറങ്ങിയ സമയത്ത് അവനിക്ക് നല്ല പുഷ് ബാക്ക് സീറ്റൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു നായകി. ഇതേ സമയത്ത് നമ്മുടെ നായകൻ പെട്ടെന്ന് തന്നെ പേടിച്ച് എണീക്കുകയാണ്. എന്തോ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ അവിടുത്തെ മുനിസിപ്പാലിറ്റിയോ എന്തോ ഒരു അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന സ്ഥലത്തോട്ട് അവർ ആ വേസ്റ്റിൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ അവർ പറയുകയാണ്, എന്തിനാണ് ഈ വേസ്റ്റ് കൊണ്ട് ഇങ്ങോട്ട് വന്നത്, അല്ല കുറേ പ്രാവശ്യം ഞങ്ങളുടെ കയറി ഇറങ്ങിയതാണല്ലോ, നിങ്ങൾക്ക് ഇതൊന്നും ശരിയാക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവിടെ കിടന്ന എല്ലാ വേസ്റ്റും കൊണ്ടും ഇവിടെ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ പറയുകയാണ്, നിങ്ങൾ എന്താ കാണിക്കുന്നത്, അതിനുള്ള ഫണ്ട് അനുവദിച്ച് വന്നിട്ടില്ല, എന്ത് ഫണ്ട്, കുറേ നാളെ നിങ്ങളോട് ഈ കാര്യം വന്ന് പറയുന്നത്, ഇത് ഞാൻ ഇവിടെ മൊത്തം ഞാൻ വിടർത്തിയിടാൻ പോകുമെന്ന് പറയുമ്പോൾ നിങ്ങളൊന്നും ചെയ്യില്ല, ഞങ്ങൾ നോക്കാം, ഞങ്ങൾ റെഡി ആയിക്കോ, ഞങ്ങൾ ക്യാമറ ഫിറ്റ് ചെയ്യാം, നിങ്ങളുടെ അടുത്ത് കുറേ നാളുള്ള ക്യാമറ വെക്കെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇതുവരെ ക്യാമറ ഒന്നും വെച്ചില്ലല്ലോ, ഇനി ഇത് ഇവിടെ കിടക്കില്ല, അല്ലെങ്കിൽ ഞങ്ങൾ എവിടെ എടുത്തിട്ടും പോകുന്നില്ല. അപ്പോൾ പറയാം, എൻ്റെ പൊന്നു മക്കളെ ഇതൊന്നും എടുത്തിട്ടും പോകും, ഞാൻ എന്തായാലും ക്യാമറ വെച്ചാൽ ഉറപ്പാണ്, 100% ഉറപ്പാണ്, നിങ്ങൾ ഇത് എന്തായാലും ഒന്ന് എടുത്തിട്ടും പോകും മക്കളെ എന്ന് നമ്മുടെ നായകനോട് പറയും. യെസ്, നമ്മൾ വിജയിച്ചിരിക്കും, നമ്മുടെ ദൗത്യം സൂപ്പറാണ്. ഇതേ സമയത്ത് നമ്മുടെ നായികയുടെ ഫ്രണ്ടായി നല്ല ഒരുങ്ങി നല്ല ക്യൂട്ടായിട്ട് ഒരുങ്ങുകയാണ്. ഇതേ സമയത്ത് നായിക ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ഒരു ഒരുക്കമൊക്കെ, അങ്ങനെ ഒന്നുമില്ല, ക്ലയൻസൊക്കെ വരുന്നതല്ല, അതുകൊണ്ട് നല്ല രീതിക്ക് ഒരുങ്ങാമെന്ന് വിചാരിച്ചാണെന്ന് പറയുകയാണ് കേട്ടോ. ഇതേ സമയത്ത് ക്യൂട്ട് പോലീസുകാരൻ അങ്ങോട്ട് വരികയാണ്. അപ്പോൾ തന്നെ നമ്മുടെ നായിക്ക് മനസ്സിലാവുകയാണ് കേട്ടോ, ഒരു കള്ള ചിരിയോട് ആടിയേ കൊള്ളാം അങ്ങനെ വരാൻ പറഞ്ഞ് അകത്തോട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ നായിക പറയുകയാണ്, എടി ഇവൻ്റെ ആ പല്ലിൻ്റെ കാലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ പറയുകയാണ്. ഈ സമയത്ത് ഓരോ കാലൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും അവനാണെങ്കിൽ തുറന്നു വെച്ചുകൊണ്ട് ഓരോ മറുപടിയൊക്കെ പറയുകയാണ് കേട്ടോ. അതെ ശരിയാണ്, ഇങ്ങനെ അവൾ ചോദിക്കുന്ന എല്ലാത്തിനും ഉത്തരം പറയുകയാണ്. അപ്പോൾ ഇവിടെ ചിന്തിക്കുകയാണ്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവന് എങ്ങനെയാണ് ഇത് കേട്ടിട്ട് ഇങ്ങനെ തിരിച്ച് പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ അതായത് അവൾക്ക് തന്നെ മനസ്സിൽ ചിന്തിക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ നായകനാണെങ്കിൽ മുത്തശ്ശിയുടെ വീട്ടിൽ ചെല്ലും. മുത്തശ്ശിക്ക് ഭയങ്കര പല്ലുവേനുണ്ടല്ലോ, ആ പല്ലുവേന, അതായത് പല്ലിങ്ങനെ കടിക്കാൻ പറ്റാത്ത രീതിയിലാണ്. അപ്പോൾ നമ്മുടെ നായകൻ പറയുകയാണ്, മുത്തശ്ശിക്ക് ആ ക്ലിനിക്കിലൊന്ന് പോയിക്കൂടെ, ആ ക്ലിനിക്കിൽ പോയി കഴിഞ്ഞാൽ അവൾ നല്ല രീതിക്ക് എല്ലാം ചെയ്തു തരില്ലേ, അതായത് ആ പല്ലൊന്നും എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ റെഡി ആവില്ലേ. ഇതേ സമയത്താണെങ്കിൽ അതായത് ഫസ്റ്റ് കണ്ടല്ലോ, അതായത് ഡൈവോഴ്സ് ആവാൻ വേണ്ടി അതായത് ഇവർ രണ്ടും ഡൈവോഴ്സ് ആവാൻ വേണ്ടിയാണ് കേട്ടോ. അങ്ങനെ ആ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ ആ കൊച്ച് പറയുകയാണ്, എനിക്കറിയാം നിങ്ങൾ എന്താണ് ഡൈവോഴ്സ് ആവാൻ വേണ്ടി പോവുകയാണെന്ന്, പക്ഷേ എനിക്ക് വിഷമമൊന്നുമില്ല. അപ്പോൾ അവർ തിരിച്ചു, എനിക്ക് ഒട്ടും വിഷമമില്ലേ, എന്തിനാ വിഷമിക്കേണ്ടത്, കാരണം നിങ്ങളുടെ തീരുമാനമല്ലേ, എനിക്ക് കുഴപ്പമില്ല. നല്ല മെച്യൂറായിട്ടുള്ള സംസാരമാണ് ആ കൊച്ചിങ്ങനെ സംസാരിക്കുന്നത് കേട്ടോ. അങ്ങനെ എന്തായിരിക്കും ഇവർ ഡൈവോഴ്സ് ആകാൻ കാരണം എന്നൊക്കെ നമുക്കത് വഴിയെ കണ്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പിന്നെ നിങ്ങളോട് പറയുകയാണ്, ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. അങ്ങനെ അതൊക്കെ വിടുമോനെ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. നേരെ നമ്മുടെ നായകനാണെങ്കിൽ അമ്മൂമ്മനെ എടുത്തുകൊണ്ട് നേരെ ക്ലിനിക്കിലോട്ട് വരികയാണ്. ഈ അമ്മൂമ്മയുടെ പല്ലൊന്ന് നോക്കിയിട്ട് നീ എന്നിട്ട് ഞാൻ പറഞ്ഞില്ല ഇതൊന്ന് നോക്കണമെന്ന്. അമ്മ ഈ പല്ലൊന്ന് നോക്കി, ഈ പല്ലോടെ എടുത്ത് കളഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല, അതിന് ഇത്ര രൂപ വരുമെന്ന് നമ്മുടെ നായിക പറയുമ്പോൾ, ഇത്ര രൂപ വരുമെന്നൊക്കെ നമ്മുടെ അമ്മ ചോദിക്കുകയാണ്. ഇത്ര രൂപ വരുമെങ്കിൽ എനിക്ക് പല്ലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണ്. അമ്മ ഇത് വലിയ ചാർജൊന്നുമല്ല, ഞാൻ എന്തെങ്കിലും ഡിസ്കൗണ്ട് എത്തി. അപ്പോൾ നമ്മുടെ നായകനെ അവളുടെ മുഖത്തോടൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ, അതായത് ഇങ്ങനെ മുഖത്തിങ്ങനെ നോക്കുന്നുണ്ടെങ്കിലും അതായത് നായിക ഇങ്ങനെ ഒരു ദാക്ഷിണ്യമില്ലാണ്ട് അവളുടെ പൈസ എടുക്കുക, അതായത് അവൾക്ക് ഇങ്ങനെ സർവീസ് ചാർജ് കൂട്ടി അവളിങ്ങനെ പറയുകയാണ്.
ഇത് അമ്മ പറയുകയാണ്, മോനെ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇപ്പോൾ വേണ്ട, ഞാൻ പിന്നെ നോക്കിയിട്ട് ഞാൻ ചെയ്യാമെന്ന. കാരണം അവർക്ക് ഭയങ്കരമായിട്ട് സർവീസ് ചാർജ് കൂടുതലുള്ളത് കൊണ്ട് അത് ചെയ്യല്ലാന്ന് പറയുകയാണ് കേട്ടോ നമ്മുടെ അമ്മൂമ്മ. ഇതേ സമയത്ത് നമ്മുടെ അമ്മൂമ്മക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം അമ്മൂമ്മക്ക് ശരിക്കും നല്ല ഭക്ഷണമൊക്കെ കഴിക്കുന്നത് വളരെയധികം ഇഷ്ടം. പക്ഷേ ഫുഡ് കഴിക്കാൻ പറ്റുക, അതായത് ഇങ്ങനെ പല്ലിങ്ങനെ കടിക്കുമ്പോൾ ഭയങ്കര വേദനയായതുകൊണ്ട് ഫുഡൊന്നും ഇപ്പോൾ നല്ല രീതിയിൽ കഴിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അങ്ങനെ അമ്മൂമ്മ പറയുകയാണ്, കുഴപ്പമൊന്നുമില്ല മോളെ, എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ ഒന്നുമില്ല, ഞാൻ പിന്നെ എപ്പോഴേലും വന്ന് ചെയ്തോളാം. കാരണം അമ്മൂമ്മയുടെ 2 മക്കളും നല്ല കാശുകാരാണ്. പക്ഷെ അവർ ഈ അമ്മൂമ്മേനെ നോക്കാറൊന്നുമില്ല കേട്ടോ. ഇതേ സമയത്ത് അമ്മൂമ്മ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ നായകൻ പറഞ്ഞു, അവിടെ നിൽക്കുക, എന്ന് പോയാടോ, ഇത്രയും പൈസ എൻ്റെ കയ്യിലില്ല, ഞാൻ പിന്നെ